നവീൻ ബാബു കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചിട്ടില്ലെന്ന് മുൻ ACP TK രത്നകുമാർ. അട്ടിമറിക്കാൻ പോകുന്നത് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഇപ്പോഴത്തെ ഭരണസമിതിയായിരിക്കുമെന്നും LDF സ്ഥാനാർത്ഥിയായ രത്നകുമാർ പറഞ്ഞു. ശ്രീകണ്ഠാപുരത്തെ LDF കൺവെൻഷനിടെയായിരുന്നു രത്നകുമാറിന്റെ പ്രതികരണം. ഞാൻ പറയാം, എനിക്ക് ചെയർമാനാവുന്നും വേണ്ട, ഗോപിയെ നാട്ടിലേക്ക് വിട്ടാൽ മതി എന്നാ ഞാൻ പറയുന്നത്. എനിക്ക് അത്രയൊന്നും ആവശ്യമില്ല, എന്നെ ഒഴിവാക്കി തരണം പ്ലീസ് എന്ന് പറയുമ്പോൾ അവിടെ ഇതൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞു തോന്നുന്നു. എനിക്ക് ചെയർമാനാക്കിയേക്കില്ല. നമ്മുടെ സ്ഥിതി അങ്ങനെയാണ്. അവിടെ അങ്ങനെയല്ല, അവിടെ ആക്കിയ യോഗങ്ങളും മുഴുവൻ ആക്കിയ എല്ലാവരും ചെയർമാനാണ്. അതൊരിപ്പോഴും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കേസൊന്നും അട്ടിമറിക്കാൻ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇപ്പോഴുള്ള ഭരണസമിതിയെ നിങ്ങളോടൊപ്പം ചേർന്ന് തീർച്ചയായിട്ടും അങ്ങനെ അട്ടിക്കും. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ. സലാം, നവീൻ ബാബു കേസ് അന്വേഷിച്ചിരുന്ന മുൻ ഉദ്യോഗസ്ഥന്റെ സ്ഥാനാർത്ഥിത്വം വലിയ ചർച്ചയാകുന്നതിനിടെയാണ് രത്നകുമാറിന്റെ പ്രതികരണം വരുന്നത്. എന്താണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? സൈഫുദ്ദീൻ രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം വിവാദമായതിനു പിന്നാലെ ഉള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെയാണ് അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നത്. താൻ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ PP ദിവ്യക്കെതിരായിട്ടുള്ള കേസിൽ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത് ഈ മുൻ ACP കൂടിയായിട്ടുള്ള രത്നകുമാറിനാണ്. അദ്ദേഹം പറയുന്നത് താനിങ്ങനെ കേസ് അട്ടിമറിക്കാനുള്ള യാതൊരു ശ്രമവും തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പകരം ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലെ നഗരസഭാ ഭരണസമിതിയെയാണ് താൻ അട്ടിമറിക്കാൻ പോകുന്നത്. ഹർഷാരവത്തോടു കൂടിയാണ് സദസ്സ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറ്റെടുക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നത്. ഈ കേസ് അട്ടിമറിച്ചതിനുള്ള പ്രതിഫലമായിക്കൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ UDF കേന്ദ്രങ്ങൾ ഉയർത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഉണ്ടാകുന്നത്. താൻ അങ്ങനെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല, പകരം നഗരസഭയെ ആയിരിക്കും തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ആദ്യ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെയാണ് രത്നകുമാർ ഈ വാക്കുകൾ പറഞ്ഞത്. സൈഫുദ്ദീൻ. ശരി, സലാം.